ഇന്ത്യയിലെ മരുന്നുൽപാദന കമ്പനികളിൽ ഭൂരിഭാഗവും പാറ്റന്റ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ പുനരുൽപ്പാദിപ്പിച്ച കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന കമ്പനികളാണ്. അതുകൊണ്ടുതന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് അമേരിക്കൻ കമ്പനികൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന മരുന്നുകൾ പാറ്റന്റ് കാലാവധിക്ക് ശേഷം കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാക്കാൻ കഴിയാറുണ്ട്. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ചികിത്സയിലാണ് ഇത് ഏറ്റവും ഫലപ്രദമാവുന്നത്. ഇന്ത്യയിൽ മരുന്ന് വ്യാപാര രംഗത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ വഴിയാണ് ഇത് പ്രായോഗികമാവുന്നത്. ഈ നിയമങ്ങൾ മാറ്റി ബൗദ്ധിക സ്വത്തവകാശം അംഗീകരിക്കണമെന്നത് അമേരിക്കൻ കുത്തകകളുടെ വളരെ കാലമായുള്ള ആവശ്യമാണ്. അമേരിക്കൻ കമ്പനികളുടെ താൽപ്പര്യം സംരക്ഷിക്കാനായി അവിടുത്തെ സർക്കാരും അതിനായി ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെയും ഇക്കാര്യത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. എന്നാൽ ഇത്തവണ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ ഇക്കാര്യം ചർച്ച ചെയ്യാൻ ഒരു സംയുക്ത സമിതി വേണമെന്ന ആവശ്യം ഇന്ത്യ അംഗീകരിച്ചു. ഇത് ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഔദ്യോഗിക പരിവേഷം നൽകിയെന്ന് വിദേശകാര്യ വിദഗ്ധർ ആരോപിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് ഇതിന് ഈ സമ്മർദ്ദത്തിന് വഴങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആളുകളാണ്. അതായത് 15% ആളുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ. എന്നാൽ ബൗദ്ധിക സ്വത്തവകാശം ഏകപക്ഷീയമായി നടപ്പാക്കരുതെന്ന ഇന്ത്യയുടെ ആവശ്യം അംഗീകരിക്കുകയാണ് സംയുക്ത സമിതിയുടെ രൂപീകരണത്തിലൂടെ ഉണ്ടായതെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. പ്രധാനമന്ത്രി അമേരിക്കൻ സന്ദർശനത്തിന് പുറപ്പെടുന്നതിന് തൊട്ടുമുൻപ് ദേശീയ മരുന്നുവില നിർണയ അതോറിറ്റിയുടെ അധികാരങ്ങൾ സർക്കാർ പിൻവലിക്കുകയും അതുവഴി രാജ്യത്ത് മരുന്നുവില ഉയരുകയും ചെയ്തിരുന്നു. മരുന്ന് വിൽപ്പന രംഗത്ത് അമേരിക്കയുടെയും കുത്തകകളുടെയും താൽപ്പര്യത്തിന് വഴങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നതിന് തെളിവായി തുടർച്ചയായുള്ള ഈ രണ്ട് നടപടികളാണ് വിദേശകാര്യ വിദഗ്ധരും ആരോഗ്യ പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നത്. ടി കെ ഹരീഷ്, മീഡിയ 1, ഡൽഹി.